സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലെന്ന് സ്ഥാപിക്കാനും കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനും ഒരു വേള കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഏജന്റന്മാരും ഒറ്റുകാരുമായിരുന്നു എന്ന് സ്ഥാപിക്കാനുമുള്ള അത്യന്തം ചരിത്രവിരുദ്ധവും വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വ്യാജോക്തികളെ, വ്യാജങ്ങളെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമായി അംഗീകരിച്ചിട്ടുള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സത്യാനന്തര കാലത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയ ശക്തികളാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ബൗദ്ധിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല സുഹൃത്തുക്കളും ഈ പ്രചരണം ഏറ്റുപിടിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്കിനെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെടുത്ത നിലപാടിനെ സംബന്ധിച്ച് വിമർശനങ്ങളും വിയോജിപ്പുകളും ഉണ്ടാകാം. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്, നമ്മുടെ ചരിത്രമാണ്. ഗാന്ധിക്ക് സുഭാഷ് ചന്ദ്രബോസിനോടും ഭഗത് സിംഗിനോടും കമ്മ്യൂണിസ്റ്റുകാരോടുമെല്ലാം വിമർശനമുണ്ടായിരുന്നു, വിയോജിപ്പുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ നിലപാടുകളെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള വിപ്ലവകാരികൾ മിതവാദപരമായ, അനുരഞ്ജനവാദപരമായ സമീപനമായിട്ട് കാണുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യത്യസ്ത ധാരകൾക്ക് ആ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന കോൺഗ്രസിനോട് വിമർശനങ്ങളുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷെ വിമർശനങ്ങളെ നമ്മളാരും വഞ്ചനയായി, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കലായി കാണാറില്ല. ഹിന്ദു മഹാസഭയും RSSും ഒഴിച്ച് മറ്റെല്ലാ സംഘടനകളും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടേതായ രീതിയിൽ ഇടപെടുകയും ത്യാഗപൂർണമായ പങ്ക് വഹിക്കുകയും രക്തസാക്ഷികളെ സംഭാവന നൽകുകയും ചെയ്ത പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ സംഘപരിവാർ സംഘടനകൾക്ക്, ഹിന്ദു മഹാസഭയ്ക്ക്, RSSന് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഘട്ടത്തിലും ഒരു പങ്കും വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, RSSൻ്റെയും ഹിന്ദു മഹാസഭയുടെയും നിലപാട് മുസ്ലിങ്ങൾക്കെതിരായിട്ട്, യഥാർത്ഥ വിദേശാക്രമികളായ മുസ്ലിങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്യുക രാജ്യത്തിൻ്റെ ശക്തിയെ, രാഷ്ട്രശേഷിയെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നഷ്ടപ്പെടുത്തുകയാണ്, ചോർത്തിക്കളയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിയും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിമർശനമാണ് RSSകാർക്ക്, ഹിന്ദു മഹാസഭക്കാർക്ക് ഉണ്ടായിരുന്നത്. ആ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദാഹികളായ ജനങ്ങൾ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വർഗീയമായ ധ്രുവീകരണങ്ങൾ, മതപരമായ, സാമുദായികമായ ധ്രുവീകരണങ്ങൾ സൃഷ്ടിച്ച് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രത്തിൻ്റെ ഉപകരണമായി മാറുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ചരിത്രമാണ്. സ്വാതന്ത്ര്യ സമരം പഠിക്കുന്ന ഓരോ ചരിത്ര വിദ്യാർത്ഥിയും പഠിക്കുന്ന അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. ഈ അനിഷേധ്യമായ വസ്തുത ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ RSS വഞ്ചിച്ചു, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കളിച്ചു എന്ന വസ്തുത ആർക്കും നിഷേധിക്കാവുന്നതല്ല. ബ്രിട്ടീഷ് ആർക്കൈവ്സിലെ അന്നത്തെ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ RSS വഹിച്ച പങ്കിനെ സംബന്ധിച്ച്, RSS എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് സഹായകരമായി തീർന്നത് എന്നതിനെ സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതിനെ അവലംബമാക്കി RSS പറയുന്ന അതിദേശീയത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കടുത്ത രാജ്യദ്രോഹവും
ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയാണ്. സുദീർഘമായ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചവരാണ് അവരെന്ന കാര്യം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ചരിത്രകാരന്മാർ പഠിക്കുകയും എഴുതുകയും പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കടുത്ത ദേശീയവാദത്തിൻ്റെ, കടുത്ത ഹിന്ദുത്വവാദത്തിൻ്റെ അടിത്തറയിൽ ഒരു മതരാഷ്ട്രം ലക്ഷ്യം വെച്ചാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. 80കളിൽ അവർ അതിനാവശ്യമായിട്ടുള്ള ആസൂത്രിതമായ പ്രത്യയശാസ്ത്ര സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് നമുക്കറിയാം. വിശാല ഹിന്ദു സമ്മേളനം വാഷിംഗ്ടണിൽ വിളിച്ചു ചേർത്തുകൊണ്ടാണത് ആരംഭിച്ചത്. ആ വാഷിംഗ്ടൺ സമ്മേളനത്തിലാണ് ആരാധനാലയങ്ങൾ തർക്കപ്രശ്നമാക്കാനും ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന പേരിൽ 3000-ഓളം ആരാധനാലയങ്ങൾ തിരിച്ചു പിടിക്കാനുമുള്ള ഒരു ക്യാമ്പയിൻ, ഒരു അജണ്ട അവർ രൂപപ്പെടുത്തുന്നത്. ബാബ്രി മസ്ജിദ് തൊട്ട് 3000-ഓളം ആരാധനാലയങ്ങൾ തർക്കപ്രശ്നങ്ങളാക്കി അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്ത് മതപരമായ സാമുദായികമായ വിഭജനം സൃഷ്ടിക്കുക എന്നായിരുന്നു RSSന്റെ രാഷ്ട്രീയ അജണ്ട. ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസും നെഹ്റുവും ഗാന്ധിയുമൊക്കെ ഉൾക്കൊള്ളുന്ന ദേശീയ നേതൃത്വത്തെ ഇന്ത്യയുടെ ആധുനിക രാഷ്ട്രനിർമ്മിതിക്ക് അതിനാവശ്യമായ രീതിയിൽ ആശയങ്ങൾ രൂപീകരിക്കുകയും ഇടപെടുകയും ചെയ്ത ദേശീയ പാരമ്പര്യത്തെ, ചരിത്രത്തെ അപനിർമ്മിക്കാനുള്ള നീക്കങ്ങൾ RSSന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നാഗപ്പൂരിലെ അവരുടെ ബൗദ്ധിക കേന്ദ്രങ്ങൾ അതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1983 ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ അരുൺ ഷൂരി, അദ്ദേഹം ഒരു ചരിത്രകാരനല്ല, അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ്, ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനാണ്. അരുൺ ഷൂരി ദ ഗ്രേറ്റ് ബിട്രയൽ എന്ന പേരിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഞ്ചകരായി പ്രവർത്തിച്ചു, ഒറ്റുകാരായി പ്രവർത്തിച്ചു എന്ന് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ആർക്കൈവ്സിലെ ചില രേഖകൾ തെരഞ്ഞുപിടിച്ച് അവതരിപ്പിച്ചുകൊണ്ട് ഈ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ തുടർ ലേഖനം എഴുതിയത്. ആ ലേഖനങ്ങളാണ് പിന്നീട് ദ ഓൺലി ഫാദർലാൻഡ് എന്ന പുസ്തകമായി അദ്ദേഹം സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിമർശനമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. കാരണം സർവ്വദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരായി ഇറ്റലിയും ജർമ്മനിയും ജപ്പാനുമൊക്കെ ചേർന്നുകൊണ്ടുള്ള ഫാസിസ്റ്റ് ശക്തികൾ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ലോകം പിടിച്ചടക്കാനുള്ള യുദ്ധം ആരംഭിച്ച ഒരു ചരിത്രഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളും ജനങ്ങളും ഈ ഫാസത്തെ പരാജയപ്പെടുത്താനുള്ള യുദ്ധമുഖത്ത്, യുദ്ധമുന്നണിയുടെ ഭാഗമായി തീരുന്ന ഒരു കാലത്ത് ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധമുന്നണിയിലെ സഖ്യശക്തിയായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടൻ, ആ ബ്രിട്ടനെതിരായിട്ട് ഒരു അന്തിമ സമരത്തിൻ്റെ സമയമാണോ ആ സമയം 42 തിരഞ്ഞെടുക്കാൻ, അതിന് അന്തിമ സമരത്തിന് തിരഞ്ഞെടുക്കേണ്ട സമയമാണോ അന്നത്തെ ലോക സാഹചര്യവും ഇന്ത്യൻ ദേശീയ സാഹചര്യവും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു അന്തിമ സമരത്തിൻ്റെ സാഹചര്യമാണോ എന്ന പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ, ഇന്ത്യയുടെ ദേശീയ വിമോചനത്തിന് വേണ്ടിയുള്ള സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതേ സമയത്ത് ഫാസത്തെ ഈ ഭൂമുഖത്ത് പരാജയപ്പെടുത്താനുള്ള ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തെ, അതിന് ജനകീയ പിന്തുണ ഉണ്ടാക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കണം എന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്നത്. 1942 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ കേന്ദ്ര കമ്മിറ്റി പ്രമേയം ഈ കാര്യമാണ് വ്യക്തമാക്കുന്നത്. കാരണം ഫാസിസം ലോകത്ത് വിജയിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ കോളനിയായ ഇന്ത്യ ജർമ്മനിയുടെ അല്ലെങ്കിൽ ജപ്പാൻ്റെ അല്ലെങ്കിൽ ഇറ്റലിയുടെ കോളനിയാവും. ഫാസിസ്റ്റ് അധികാര ശക്തികളുടെ കോളനിയാവുന്ന ഇന്ത്യയിൽ ദേശീയ വിമോചനത്തിന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾക്ക്
മുന്നോട്ട് പോകാനാവില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾ ഈ ഫാസത്തിൻ്റെ കാൽക്കീഴിൽ ഞെരിഞ്ഞമരും. അതുകൊണ്ട് ഫാസത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോളനി രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്, ദേശീയ വിമോചനത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തെ ഒരു സവിശേഷ രീതിയിൽ വിജയത്തിലെത്തിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ മൂന്നാം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തോടുകൂടി ഫാസത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾക്ക് മേൽ മറ്റ് രാഷ്ട്രങ്ങൾ പുലർത്തുന്ന ആധിപത്യത്തെ, അധിനിവേശത്തെ, കോളനി വാഴ്ചയെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. 45-ൽ ഫാസം പരാജയപ്പെട്ടതോടുകൂടിയാണ് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയൊക്കെ അവരുടെ കോളനി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർബന്ധിതമായത്. നിർക്കോളനീകരണ പ്രക്രിയ ആ സാർവദേശീയ തലത്തിൽ തന്നെ നടപ്പാക്കാൻ സാമ്രാജ്യത്വ രാജ്യങ്ങൾ നിർബന്ധിതമായത്. അതിൽ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിലെ വിജയം, സോവിയറ്റ് യൂണിയന് സാർവദേശീയ ശാക്തിക ബന്ധങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബലാബലത്തിൽ വന്ന മേൽക്കൈ, ഇതെല്ലാം തന്നെ എന്താണ്, രണ്ടാം ലോക മഹായുദ്ധാനന്തരം കോളനികളായ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, വിമോചനത്തെ സഹായിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിലെ ജനാധിപത്യ ശക്തികളുടെ വിജയം, അതോടൊപ്പം തന്നെ ഈ കോളനി രാജ്യങ്ങളിലെ ദേശീയ വിമോചന പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റം, ഇത് രണ്ടും ചേർന്ന ഒരു സാർവദേശീയ ദേശീയ സാഹചര്യമാണ് ഇന്ത്യക്കുൾപ്പെടെ സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ 42-ലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം തന്നെ ആ ദേശീയ പ്രസ്ഥാനം ഫാസിസ്റ്റുകളുമായി കൂട്ടുകൂടാൻ പാടില്ല. ജർമ്മനിയുമായി, ജപ്പാനുമായി ഐക്യമുണ്ടാക്കി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാം എന്ന രാഷ്ട്രീയ നയം വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും, വലിയ രീതിയിലുള്ള ആപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കും എന്ന ഒരു നിലപാട് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികളുമായി കൂട്ടുകൂടണം എന്ന് ആലോചിച്ചിരുന്ന, എന്ന നിലപാടുണ്ടായിരുന്ന നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കളെ വിമർശിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 34 മുതൽ നിരോധനം നേരിടുന്നൊരു പാർട്ടിയാണ്. അപ്പം 40 ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് PC ജോഷി ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് കത്തെഴുതുന്നത്. ഞങ്ങളുടെ നിരോധനം നീക്കിത്തരണം, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ കത്താണ് പൊക്കിയെടുത്തിട്ട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നിരോധനം നീക്കിക്കിട്ടാനുള്ള ശ്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നിരോധനം നീക്കി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ല കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചത്. മറിച്ച് എന്താണ്, ഫാസത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ജനകീയ പിന്തുണ നേടിയെടുക്കാനും ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുമുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. മിസ്റ്റർ അരുൺ ഷൂരി ഈ യാഥാർത്ഥ്യങ്ങളൊന്നും കാണാതെ ഏകപക്ഷീയമായി ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായ സമരങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെയും സോഷ്യലിസ്റ്റുകളുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ നേതൃത്വം നടക്കുന്നത്. 42-ൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം വന്നപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് നെഹ്റുവും ഗാന്ധിയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോൺഗ്രസിൻ്റെ AICCയുടെ ആസ്ഥാനം അലഹബാദിൽ അവരുടെ ആഫീസ് സീൽ ചെയ്തു ബ്രിട്ടീഷ് ഭരണകൂടം. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ ആഹ്വാനം ചെയ്ത ഗാന്ധിക്ക് ഇന്ത്യയിലെ ജനങ്ങളെ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് ആനയിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആസൂത്രണമോ ഒരു പദ്ധതിയോ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്ലാൻ ഉണ്ടായിരുന്നില്ല. വലിയ അടിച്ചമർത്തൽ വന്നപ്പോൾ ആ അടിച്ചമർത്തലിനെ, മർദ്ദക വാഴ്ചയെ എതിർക്കാൻ രംഗത്ത് വന്നതായ ഇന്ത്യയിലെമ്പാടും പ്രതിഷേധങ്ങൾ, ശക്തമായ സമരങ്ങൾ, ഇതെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാരും കൂടിയാണ്. ഭീകരമായ മർദ്ദനങ്ങൾ ഒക്കെ നേരിട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് പോയത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന സമരം മലബാറിലെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ചില സായുധ ഭീകരപ്രവർത്തനങ്ങളാണ്. ആ സായുധ ഭീകരപ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് നമുക്കറിയാം സോഷ്യലിസ്റ്റുകളാണ്, കോൺഗ്രസ്സുകാരല്ല. സോഷ്യലിസ്റ്റ് അന്നത്തെ KB മേനോനെ പോലുള്ള നേതാക്കൾ ബോംബെയിൽ നിന്ന് നേരിട്ട് വന്ന അവരുടെ പ്ലാനിങ്ങിലാണ്, അവരുടെ നേതൃത്വത്തിലാണ് കീഴരിയൂരിൽ ബോംബുണ്ടാക്കുന്നു. ഫറൂഖിലും അതേപോലെ തന്നെ ചേമഞ്ചേരിയിലും നടുവണ്ണൂരിലും ഒക്കെ തന്നെ ചില ആക്ഷനുകൾ നടക്കുന്നു. അത്തരം ആക്ഷനുകൾ വഴി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ പ്രകടിപ്പിച്ചു.
ദേശീയ സ്വാതന്ത്ര്യ സമരം ആ രീതിയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെ ശക്തമായി അടിച്ചമർത്തി. ആ അടിച്ചമർത്തലിൻ്റെ ഫലമായി മലബാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് KPCC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1945 KPCC റിപ്പോർട്ട് വന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച്. ആ റിപ്പോർട്ടിൽ ഈ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1000 ചില്ലാനം പേരാണ്. അതിൽ 650 പേരും മലബാറുകാരാണ്. ആ മലബാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 650 പേരുടെ പട്ടികയിൽ 300 പേര് കമ്മ്യൂണിസ്റ്റുകാരാണ്. ബാക്കി വരുന്ന 350 പേരിൽ സോഷ്യലിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തോട്, ക്വിറ്റ് ഇന്ത്യ സമരത്തോട് കമ്മ്യൂണിസ്റ്റുകാരെടുത്ത വിമർശനം ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന്, സമരമുഖത്ത് നിന്ന് പിന്മാറുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചില്ല. സമരങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ അന്നത്തെ സാഹചര്യത്തിൽ ക്വിറ്റ് ഇന്ത്യ പോലുള്ള ഒരു വലിയ ദേശീയ പ്രക്ഷോഭ പരിപാടി ആവിഷ്കരിക്കുന്നത് ഉചിതമാണോ എന്ന സംശയമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിച്ചത്. ഇന്ത്യയിൽ 1940-കൾക്ക് ശേഷം 47 വരെ നടന്ന ഐതിഹാസികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ നിർണായകമായ പങ്ക് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. രാജവാഴ്ചക്കും ജന്മിത്വത്തിനും അതിൻ്റെ രക്ഷകരായി ജനങ്ങളെ മർദ്ദിച്ചൊതുക്കുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിനുമെതിരായിട്ട് ഇന്ത്യയുടെ വിശാല ഭൂപ്രദേശങ്ങളിൽ അനവധിയായ സമരങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്. 40കളിൽ നമുക്കറിയാം, ബ്രിട്ടീഷ് മർദ്ദകവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 15, 1940 സെപ്റ്റംബർ 15 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മർദ്ദക വിരുദ്ധ ദിനമായി, സാമ്പ്രായത്വ വിരുദ്ധ ദിനമായി ആചരിച്ചത്. KPCCയുടെ തീരുമാനമനുസരിച്ചാണ്. പക്ഷെ അത് നടപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. തലശ്ശേരി ജവഹർ ഘട്ടിൽ സാമ്രാജ്യത്വ വിരുദ്ധ റാലിയുടെ മുൻനിരയിൽ സാമ്പ്രായത്വം തകരട്ടെ, ജന്മിത്വം തുരയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി റാലി നടത്തിയ അബുവും ചാത്തുക്കുട്ടിയും, ആ റാലിക്ക് നേരെ ഉണ്ടായ വെടിവെപ്പിലാണ് ആ സഖാക്കൾ രക്തസാക്ഷികളാവുന്നത്. മൊറാഴ 40ലെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് KPR ഗോപാലൻ മൊറാഴ സംഭവത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. കയ്യൂർ സഖാക്കൾ, ബ്രിട്ടീഷ് മർദ്ദകവാഴ്ച, ബ്രിട്ടീഷ് പോലീസ്, ജന്മിമാരും ചേർന്ന് ഗ്രാമങ്ങളെ, നാട്ടിൻപുറത്തെ പട്ടിണിപ്പാവങ്ങളെ വേട്ടയാടുന്നൊരു കാലം, ഭക്ഷണമില്ല, മഹാക്ഷാമം, ഇങ്ങനെയുള്ളൊരു കാലം. അത്തരം ഒരു കാലഘട്ടത്തിൽ മർദ്ദകവാഴ്ചക്കെതിരായിട്ടുള്ള പ്രതിരോധമാണ് കയ്യൂരിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പോലീസുകാരൻ ദാരുണമായി മരണപ്പെടുന്നതും. ആ സംഭവം കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക്, കർഷക വിപ്ലവകാരികൾക്കെതിരായിട്ടുള്ള കള്ളക്കേസാക്കിയിട്ടാണ് കയ്യൂർ സഖാക്കളെ, അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറും അടങ്ങുന്ന കയ്യൂർ കർഷക വിപ്ലവകാരികളെ തൂക്കിലേറ്റുന്നത്. കരിവള്ളൂർ സമരം ഭക്ഷ്യക്ഷാമം, തീവ്രമായ യുദ്ധം, ഭക്ഷണമില്ലായ്മ, പട്ടിണി. ആ സമയത്ത് ന്യായമായ രീതിയിൽ ജന്മിമാരിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ, നെല്ല് സംഭരിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. പൂഴ്ത്തിവെപ്പ്, വലിയ രീതിയിലുള്ള വിലക്കയറ്റം, ഭക്ഷണം കിട്ടായ്മ. ഈ ഒരു സാഹചര്യത്തോടുള്ള പ്രതികരണമാണ് കരിവള്ളൂരിൽ വലിയ പ്രതിഷേധമായി ഉയർന്നത്. കൈമപ്പാടത്ത് സഖാക്കൾ ബ്രിട്ടീഷ് പോലീസിൻ്റെ വെടിയേറ്റ് വീഴുന്നത് 1946. തില്ലങ്കേരിയിൽ ക്ഷാമവും പട്ടിണിയും, ജന്മിമാരുടെ പത്തായപ്പുരയിൽ ഭക്ഷ്യധാന്യങ്ങൾ, നെല്ല് കുമിഞ്ഞു കിടക്കുമ്പോൾ ജനങ്ങൾ പട്ടിണിയെടുക്കുക. തില്ലങ്കേരിയിലെ പാടവരമ്പിലൂടെ പ്രതിഷേധത്തിൻ്റെ ചെങ്കൊളുയർത്തി മുദ്രാവാക്യം വിളിച്ചുപോയ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടാണ് ബ്രിട്ടീഷുകാർ വെടിവെച്ചത്, നിറയൊഴിച്ചത്. 8 സഹാക്കളാണ് പിടഞ്ഞു വീണ് മരിച്ചത്. റോയൽ നേവി 2ാം ലോകമഹായുദ്ധത്തിൽ ഫാസത്തിനെതിരായിട്ട് സോവിയറ്റ് ചെമ്പടയോട് ചേർന്ന് യുദ്ധം ചെയ്തവരാണ് ഇന്ത്യൻ നേവി, ബ്രിട്ടീഷ് സേന. പക്ഷെ ചെമ്പടയിലെ സഹാക്കളുമായിട്ടുള്ള ബന്ധം, സോവിയറ്റ് പട്ടാളക്കാരുള്ള ബന്ധത്തിലൂടെയാണ് ഇന്ത്യൻ നേവിയിലെ സൈനികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് അവർ കലാപം ആരംഭിക്കുന്നത്. ആ കലാപത്തിൽ ഇന്ത്യൻ റോയൽ നേവി കലാപകാരികൾ, സൈനികർ ഉയർത്തിയ പതാക ത്രിവർണ പതാക മാത്രമല്ല, ചെങ്കൊടിയുമുണ്ട്. ത്രിവർണ പതാകയും ചെങ്കൊടിയും പച്ചപ്പതാകയും ഒന്നിച്ചുയർത്തിയവർ, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പതാക ഒന്നിച്ച് ഉയർത്തിയവർ. പുന്നപ്രമേലാർ സമരം
അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി ബ്രിട്ടൻ വിട്ടുപോകുന്ന ഇന്ത്യ സ്വതന്ത്ര തിരുവിതാംകൂറായിരിക്കണമെന്നും അതൊരു സ്വതന്ത്ര രാജ്യമായിരിക്കണമെന്നും ആ സ്വതന്ത്ര രാജ്യം അമേരിക്കയുടെ ഭാഗമാകും, ആ അമേരിക്കൻ മോഡൽ സർ CP-യുടെ നിലപാടിനെതിരായിട്ടാണ് പുന്നപ്ര വയലാറുള്ള സഖാക്കൾ വാരിക്കുന്തം ഉയർത്തി പൊരുതിയത്, പീരങ്കിക്കുഴലുകൾക്ക് മുമ്പിൽ ധീരമായി നിന്ന് പിടഞ്ഞു വീട് മരിച്ചത്. വർളി, തേവാക, തെലങ്കാന ഇതെല്ലാം തന്നെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനും ജന്മിത്വത്തിനുമെതിരായിട്ട്, നാടുവാഴിത്വത്തിനുമെതിരായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നടന്ന ഐതിഹാസിക സമരങ്ങളാണ്. ഞാൻ നീട്ടുന്നില്ല. പെഷവാർ ഗൂഢാലോചന കേസ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 രൂപ കൊണ്ടപ്പോൾ പെഷവാർ ഗൂഢാലോചന കേസ് മുതൽ എത്ര അനുഭവങ്ങൾ, സംഭവങ്ങൾ, സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ ഇന്ത്യയിലെ സാമൂഹികടിസ്ഥാനമായ ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായിട്ടുള്ള സമരത്തിൻ്റെ എത്ര ധീരോദാത്തമായ അനുഭവങ്ങളാണ്, ത്യാഗപൂർണമായ അനുഭവങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളത്. ആ ത്യാഗോജ്ജലമായ ചരിത്രത്തെ, ധീരോദാത്തമായ പാരമ്പര്യത്തെ നുണകൾ കൊണ്ട്, നിറം പിടിപ്പിച്ച നുണകൾ കൊണ്ട് മറച്ചു വെക്കാൻ കഴിയുമോ? അപവാദ പ്രചരണങ്ങൾ കൊണ്ട്, അപകീർത്തി കഥകൾ കൊണ്ട് മറച്ചു വെക്കാൻ കഴിയുമോ? അത് ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തം ജീവൻ നൽകി, രക്തം നൽകി അടയാളപ്പെടുത്തിയ ചരിത്രമാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് എന്നത്. അതിനെ ആർക്കും, ഒരു അരുൺ ഷൗരിക്കും, ഒരു സാംസ്കാരിക വലതുപക്ഷ ബുദ്ധിജീവികൾക്കും, ഒരു ഹിന്ദു പരിവാറുകാർക്കും അവരുടെ നുണപ്രചരണം കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയുന്നില്ല. സത്യാനന്തര കാലത്ത് നുണകൾ സത്യമാണെന്ന, നുണകളാണ് യാഥാർത്ഥ്യമാണെന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ നുണകൾ വ്യാജപ്രചരണങ്ങളുടെ, വ്യാജോക്തികളിലൂടെ ഇരുട്ട് സൃഷ്ടിക്കുന്ന ആ നുണകൾ സത്യത്തിൻ്റെ വെളിച്ചം, അനുഭവങ്ങളുടെയും ചരിത്രബോധത്തിൻ്റെയും വെളിച്ചം ജനങ്ങളുടെ മനസ്സിലേക്കും തലച്ചോറിലേക്കും എത്തുമ്പോൾ ആ കപടപ്രചരണങ്ങളെല്ലാം അപ്രസക്തമാകും. അതുകൊണ്ട് ചരിത്രത്തിലും ജനങ്ങളിലും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നുണപ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ച് അവർ മുന്നോട്ട് പോകും. എല്ലാ അപവാദ പ്രചരണങ്ങൾക്കും ചരിത്രത്തിൽ നിന്ന് തന്നെ അവർ മറുപടി കൊടുത്ത് മുന്നോട്ട് പോകും. നന്ദി, നമസ്കാരം.